എഴുന്നള്ളിപ്പ് സമയത്ത് ഞാനിത് പാടുമ്പോൾ ആനപ്പുറത്തിരിക്കുന്ന തിരുമേനി വരെ നോക്കി. അൽമയുടെ ഉപ്പയും ഉമ്മയും അവരുടെ സഹകരണമാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മതം മനുഷ്യ മനസ്സുകളെ വെട്ടിമുറിക്കുന്ന ഈ കാലഘട്ടത്തിൽ വയലാറിൻ്റെ വരികൾക്ക് പ്രാധാന്യവും പ്രസക്തിയും ഏറി വരികയാണ്. ഏറ്റുമാനൂരപ്പൻ്റെ തികഞ്ഞ ഭക്തിയായിരുന്നു വയലാറിൻ്റെ അമ്മ. അമ്മയോടൊപ്പം ക്ഷേത്രത്തിലെത്തുന്ന വയലാർ ഒരിക്കലും ക്ഷേത്രദർശനം നടത്താറില്ല. അമ്മ ക്ഷേത്രത്തിലേക്ക് പോവും, വയലാർ പുറത്തിരിക്കുകയാണ് പതിവ്. ഒരിക്കൽ അമ്മ ക്ഷേത്രദർശനം നടത്തുന്ന സമയത്ത് ക്ഷേത്രത്തിന് പുറത്തിരുന്ന വയലാർ ഏറ്റുമാനൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു കവിത എഴുതി. കളഭമുഴുക്കാപ്പ് ചാർത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം, കാലത്ത് കണി കാണാൻ വരും നേരം, തെരുമോ തൊഴുകൈ കുമ്പിളിലെനിക്കു നിൻ തിരുമുടിപ്പുഴയിലെ തീർത്ഥജലം. അതിമനോഹരമായ ഈ ഗാനം അൽമിയ ബഷീർ പാടുമ്പോൾ മതങ്ങൾ മനുഷ്യ മനസ്സുകളെ വേർതിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യ സാഹോദര്യത്തിൻ്റെ, മതസാഹോദര്യത്തിൻ്റെ ഒരു വലിയ സന്ദേശമാവുകയാണ് അൽമിയ ബഷീർ. ചാർത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം, കാലത്ത് കണി കാണാൻ വരും നേരം, തരുമോ തൊഴുകൈ കുമ്പിളിലെനിക്കു നിൻ തിരുമുടിപ്പുഴയിലെ തീർത്ഥജലം. നമ ശിവായ നമ ശിവായ നമ ശിവായ. ഇന്ന് അറിയപ്പെടുന്ന ഒരു ഗായികയായി അൽമിയ ബഷീർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാനരംഗത്തേക്ക് കടന്നു വന്ന ആ ഒരു കാലഘട്ടം, ഗുരുക്കന്മാർ, ഈ ഒരു കാലഘട്ടത്തെ ഓർമ്മിച്ച് ആ ഓർമ്മകൾ, അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ആദ്യമായിട്ട് സംഗീതം പഠിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ ആലപ്പി രംഗനാഥ് മാഷിൻ്റെ അടുത്താണ്. കുറച്ച് നാളെ സാറിൻ്റെ കൂടെ എനിക്ക് പഠിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പിന്നീട് സ്കൂൾ ടൈം ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയപ്പോൾ ക്ലാസ് ഒന്നും അധികം പോകാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ വീണ്ടും മ്യൂസിക് പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കോട്ടയം വീരമണി സാറിൻ്റെ അടുത്തേക്ക് പോയി. 2 വർഷത്തോളം സാറിൻ്റെ കൂടെ സംഗീതം പഠിച്ചു. ശ്രീരാഗം മ്യൂസിക്സ് കോട്ടയത്തിൻ്റെ അമരക്കാരനും അൽമിയ ബഷീറിൻ്റെ ഗുരുനാഥനുമായ റജി നാരായണൻ. നമസ്തേ, ഞാൻ റജി നാരായണൻ, ശ്രീരാഗം മ്യൂസിക്സ് കോട്ടയം. 2016 നവംബർ മാസം എൻ്റെ സഹോദരൻ്റെ മകളുടെ വിവാഹം നടക്കുന്നു. വിവാഹ തലേന്ന് ഞങ്ങൾ ശ്രീരാഗം മ്യൂസിക്സിൻ്റെ സംഗീത പരിപാടി അവിടെ നടക്കുമ്പോൾ 2 കുട്ടികൾ ആ വഴിയിൽ വന്നിട്ട് നിന്ന് വളരെ കൗതുകമായിട്ട് പാട്ട് കേട്ട് നിന്ന് അകത്തേക്ക് നോക്കുന്നു. അതിലൊരു കുട്ടി ചോദിക്കുന്നു, ഇവക്കൊരു പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചു വരാൻ പറഞ്ഞു. മോള് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റേജിൽ കയറി ഞാൻ ആദ്യമായിട്ട് മൈക്ക് കൊടുത്തു. അൽമിയ പാടി ഒരു തമിഴ് ഗാനം. ആ പാട്ടൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ പാടിയ സീനും എല്ലാം ഉണ്ട്. അത് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ അൽമിയയുടെ ആ ടാലൻറ്റ് മനസ്സിലായി. ഞാൻ പറഞ്ഞു, മോൾ ഒരു പാട്ടുകൂടെ പാടണം. അങ്ങനെ ഒരു പാട്ടും കൂടെ പാടി. അന്ന് എൻ്റെ കൂടെ കൂടിയതാണ്. ഇപ്പോൾ ഏതാണ്ട് 7 വർഷം ആയി. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്രയോ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് എണ്ണമില്ല. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അൽമിയയുടെ ഉപ്പയും ഉമ്മയും അവരുടെ സഹകരണമാണ്. ഞാൻ ആദ്യമേ തന്നെ അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് കൂടുതൽ ഭക്തിഗാന പരിപാടി, ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടിയാണ് കൂടുതലായിട്ടുള്ളത്. ഭക്തിഗാനങ്ങളൊക്കെ പാടുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്കറിയാമല്ലോ സാമൂഹിക ഇപ്പോഴത്തെ അവസ്ഥയിൽ. 2 പേരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവൾ ഭക്തിഗാനം പാടിക്കോളും. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ ജൈത്രയാത്രയാണ്. അതിനിടയ്ക്ക് തിരുനക്കരയിൽ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് തിരുനക്കരയിലും ഏറ്റുമാനൂരപ്പൻ്റെ തിരുസന്നിധിയിലിരുന്ന് 7.5 പൊന്നാന പാടുവാനുള്ള ഒരവസരം. ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം അൽമിയയ്ക്ക് ആവോളം ഉണ്ട്. അതുപോലെ കുമാരനല്ലൂരമ്മയുടെ അനുഗ്രഹം ആവോളം ഉണ്ട്. അഞ്ജനശിലയിൽ ആദിപരാശക്തി എന്ന് തുടങ്ങുന്ന ആ ഗാനം
കുമാരൻ്റെ അമ്പലത്തിലിരുന്ന് പാടുമ്പോൾ എനിക്ക് ഒരു എന്നാ പറയുന്നത് രോമാഞ്ചം ഉണ്ടാവാറുണ്ട്. ഈ പാട്ടൊന്നും എൻ്റെ അറിവിൽ കോട്ടയത്ത് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഫീലോടെ ഭക്തിയോടെ പാടുന്ന ഒരു ഫീമെയിൽ സിംഗറും കോട്ടയത്ത് ഇതുവരെ എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. കോട്ടയത്തിൻ്റെ വാനമ്പാടിയാണ് അൽമിയ. ഇനി അത് ഭാവിയിലേക്ക് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും വാനമ്പാടിയായിട്ട് വളരട്ടെ. വളരുവാൻ ഏറ്റുമാനൂരപ്പനും കുമാരരമ്യയുമൊക്കെ അനുഗ്രഹിക്കും. ആ രീതിയിൽ വളരും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7:30 പൊന്നാനപ്പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്ന ഗാനം അതിമനോഹരമായിട്ട് ആലപിച്ചപ്പോൾ ഭക്തരുടെയും വിശ്വാസികളുടെയും അതുപോലെ ക്ഷേത്ര ഭാരവാഹികളുടെയും ഒപ്പം സ്വന്തം വീട്ടുകാരുടെയും പ്രതികരണം, ആ അനുഭവം എന്തായിരുന്നു? ആ പാട്ട് ഞാൻ അമ്പലത്തിൽ പാടുമ്പോൾ എന്തോ എനിക്കൊരു പ്രത്യേക ഫീലാണ്. ശരിക്കും എനിക്ക് ആ പാടുമ്പോൾ ഉള്ള ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഒരു ഫീലാണ് അത് പാടുമ്പോൾ, അവിടെ പാടുമ്പോൾ. അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലുള്ളവരാണെങ്കിലും ഓഡിയൻസ് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. അവർ നല്ല ശ്രദ്ധിച്ചിരിക്കും പാടുന്നതൊക്കെ. പ്രത്യേകിച്ച് ഞാൻ ഈ തട്ടൊക്കെ ഇട്ട് പാടുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പാട്ട് പാടുമ്പോഴത്തേക്ക്. കൂടാതെ ഏറ്റുമാനൂരപ്പൻ്റെ ആറാട്ടെഴുന്നള്ളിപ്പ് സമയത്ത് ഈ സ്റ്റേജ് പ്രോഗ്രാം നടക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് വരുന്ന ആ സമയത്ത് ഈ പാട്ട് ഞാൻ കണ്ടിന്യൂസ് ഒരു 6 തവണയെങ്കിലും പാടിക്കൊണ്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ആ എഴുന്നള്ളിപ്പ് സമയത്ത് ഞാനിത് പാടുമ്പോൾ ആനപ്പുറത്തിരിക്കുന്ന തിരുമേനി വരെ നോക്കി, അത് കടന്നു പോകുന്ന സമയം വരെയും നോക്കിയിരിക്കുകയും അത് പാടിക്കഴിഞ്ഞപ്പോൾ ഒരു ഭക്തൻ വന്നിട്ട് കൈ തൊഴുതു പിടിച്ചിട്ട് ഒരു ഗിഫ്റ്റൊക്കെ തരികയും ഇത്രയും നന്നായിട്ട് പാടിയതെന്ന് പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആ ഒരു അനുഭവമൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊക്കെ ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂർ അമ്മ എന്ന അതിമനോഹരമായ ഭക്തിഗാനം അൽമിയ അസാധ്യ ഫീലോടെയാണ് പാടുന്നത്. ആ ഗാനാനുഭവത്തെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ? ആദ്യമായി കുമാരനല്ലൂർ അമ്പലത്തിൽ പാടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പാട്ട് പഠിക്കുന്നത്. എൻ്റെ സാറാണ് എനിക്ക് ഈ പാട്ട് പഠിപ്പിച്ചു തരുന്നത്. ഫസ്റ്റ് അവിടെ തന്നെയാണ് എനിക്ക് ഈ പാട്ട് പാടാൻ കഴിഞ്ഞതും. പിന്നീട് ഈ കഴിഞ്ഞ വർഷം വരെ ഞാൻ ഈ പാട്ട് അമ്പലത്തിൽ പോയി പാടാറുണ്ട് ഉത്സവം നടക്കുന്ന സമയത്ത്. പിന്നെ ഇത് കൂടാതെ അവിടെ മാത്രമല്ല, എല്ലാ അമ്പലങ്ങളിലും ഞാൻ ഈ പാട്ട് പാടാറുണ്ട്. അവിടെ നിന്നാണ് ഈ ഭക്തരുടെ അടുത്തു നിന്നാണെങ്കിലും ക്ഷേത്രത്തിലെ ആളുകളുടെ അടുത്തു നിന്നാണെങ്കിലും എല്ലാം നല്ല പ്രോത്സാഹനമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ ഇൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയായി. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ ഇൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയായി. തൃക്കാർത്തിക നാളിൽ മധുരപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂകുന്നു, സുരവൃന്ദം പുഷ്പവൃഷ്ടി നടത്തുന്നു. അമ്മ തെന്നടയിൽ നിന്നുയർന്ന സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി. സങ്കടങ്ങളവയൊക്കെയും മറന്നിൻ മനസ്സിലിതു പുണ്യമായി. പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യൻ എന്ന മതത്തെക്കുറിച്ചാണ് വയലാർ എപ്പോഴും എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഈ ഗാനങ്ങളിലൂടെ മനുഷ്യ സാഹോദര്യം എന്ന വലിയൊരു സന്ദേശമാണ് മനുഷ്യ സമൂഹത്തിന് തന്നെ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. അൽമിയ ബഷീർ എന്ന യുവഗായിക പാടുമ്പോൾ ആ വലിയൊരു സന്ദേശമാണ് മനുഷ്യ മനസാക്ഷിയിലേക്ക് പതുക്കെ കടന്നു ചെല്ലുന്നത്. അൽമിയ പാടുമ്പോൾ സാക്ഷാൽ ഏറ്റുമാനൂരപ്പൻ മുമ്പിൽ നിൽക്കുന്നത് പോലെ തോന്നാറുണ്ട്. നട തുറക്കുന്നത് പോലുള്ള ഒരു അനുഭൂതിയാണ് ഈ ഗായികയുടെ ഓരോ ഗാനവും. അതെ, അൽമിയ പാടുകയാണ്. ഹിമഗിരി കന്യക കൂവള മലർമാല്യം
നമഃ ശിവായ. ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ, തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. അതിമനോഹരമായ ഗാനങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച കോട്ടയത്തിൻ്റെ വാനമ്പാടിയായ അൽമിയ ബഷീർ എന്ന യുവഗായിക ജൈത്രയാത്ര തുടരുകയാണ്. നാളെ ഭാരതത്തിൻ്റെ വാനമ്പാടിയായി ഈ ഗായിക ഉയരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.